അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു സൈഡ് ഭാഗത്ത് മുഴുവനായിട്ട് ബലിതർപ്പണം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അമ്പലത്തിൽ കയറിപാട് കണ്ട കാഴ്ച ഇതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇതൊക്കെ കണ്ടിട്ട് നേരെ ഉള്ളോട്ടേക്ക് കടന്നു. അപ്പം ഞങ്ങളെ ബാഗൊക്കെ പാക്കാക്കിയിട്ടുണ്ട്. എൻ്റെ മരുന്ന് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രസ്സ്, പിന്നെ ഒരു കുട, പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഹെഡ്സെറ്റ് നമുക്ക് ചാർജ് എന്നാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഉപയോഗത്തിന്. അച്ഛ റെഡി ആയില്ല അച്ഛാ? കൊണ്ടുപോകാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. സ്വസ്തിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഭക്തി അധികം വേണ്ട ദിവസമാണല്ലോ. അപ്പം പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ കറക്റ്റ് 6 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പം നമ്മളെ വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ച് സാധനമൊക്കെ എടുത്ത് ചേച്ചാണ്. അമ്മേ ഇപ്പം നമ്മൾ ഇറങ്ങല്ലേ? അങ്ങനെ അച്ഛൻ വീടൊക്കെ പൂട്ടി നമ്മളിനി ഇറങ്ങാൻ നേരെ. ഇപ്പോൾ സമയം ഇപ്പോൾ എത്ര 6 മണിയായില്ല അമ്മേ? 6 മണി. അപ്പം ഞാൻ എൻ്റെ ബാഗും ചാർജറും ഒക്കെ സൈഡിലിട്ട്, എൻ്റെ ബാഗ് അമ്മൻ്റെ ബാഗ് വണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പ്ലാൻ ചെയ്യുന്നതെന്നറിയോ? നേരെ വണ്ടിയിട്ട് പോകുന്നു, KSRTCയിൽ വെക്കുന്നു, എന്നിട്ട് അവിടുന്ന് നമ്മൾ വണ്ടി കയറി പോവുക ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി കുംഭമേള നടക്കുന്ന തിരുനാവായയ്ക്ക് പോവാണ്. അത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫാമിലിയും കൂട്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനും അമ്മയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കോഴിക്കോട് നിന്ന് തിരുനാവായയ്ക്ക് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ KSRTCൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ടോപ്പ് ഫോമിൽ കയറിയിട്ട് നല്ല അടിപൊളി വെള്ളയപ്പവും നല്ല പുട്ടും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ KSRTCയിൽ പാർക്ക് ചെയ്തതിന് ശേഷം വേഗം ഞങ്ങൾ KSRTC ബസ് കയറി. ഇത് തിരൂർ ബസ്സാണ്. തിരൂർ പോയി ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരുനാവായയ്ക്ക് കയറാനാണ് പ്ലാൻ ഇട്ടത്. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല സീറ്റ് ഒഴിവുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വന്നിട്ടോ. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന്, അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയും ഞാൻ എവിടെ ഇട്ടാലും ഉറങ്ങുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരുനാവായയിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സിറ്റി ബസ്സാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ട്രാഫിക്കെല്ലാം ഭയങ്കര റഷ് മൂഡിലാണുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ മുന്നോട്ട് അങ്ങോട്ടേക്ക് കടക്കാൻ പോവാണ്. കവാടത്തിൻ്റെ കൂടെ പോകാൻ പോവാണ്. ഞാനൊരു തവണ വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയാണ് വരാത്തത്. ഇപ്പം തന്നെ ഒരു സാമ്യത അവിടെ നിൽക്കുന്ന. അപ്പോൾ അച്ഛനും ഞങ്ങള് 3 ആളും കൂടെ ഇങ്ങോട്ട് കിടക്കാൻ പോവാൻ. ഗൈസ്, അപ്പം നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നവാമുകുന്ദ ക്ഷേത്രത്തിലേക്കുള്ള മെയിനായിട്ടുള്ള കവാടം. അങ്ങനെ നമ്മൾ നേരെ ഉള്ളോട്ട് കടന്ന് വഴിയോരത്തൊക്കെ കച്ചവടക്കാരുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ സൈഡിൽ നിന്ന് ചായയും പലഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. നിള ആരതി കാണാൻ വരുന്ന ഓരോരുത്തരും നിളാനദിയിൽ കുളിച്ച് തൊഴണം എന്നുള്ളത് ഒരു ചടങ്ങ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അച്ഛൻ നല്ലൊരു തോർത്ത് തന്നെ നോക്കിയെടുത്തു, അത്യാവശ്യം വലിപ്പമുള്ളത്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ അമ്പലത്തിലേക്ക് നടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയ ചെറിയ സ്കൂട്ടറുകളൊക്കെ പോകുന്നുണ്ട്, എങ്കിൽ പോലും വലിയ വാഹനങ്ങളൊന്നും പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ നടയിലെത്തി. അപ്പോൾ സൈഡിലായിട്ട് ഒരു ഫയർഫോഴ്സ് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെ കയറി. ഗൈസ്, ഇതാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ മുൻഭാഗം. ആളുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിരിക്കും മുന്നിൽ 2 പോലീസുകാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളോട്ട് കടന്നപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് അയ്യപ്പന്റെ ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെയായിട്ട് ഒരു അഗ്നികുണ്ഡം അങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് നേരെ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ ഭൂരിഭാഗം ആളുകളും ബലിതർപ്പണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ ബലിതർപ്പണം ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റണേ. ഒരുപാട് ഇലകൾ നിരത്തി അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ എള്ളും പൂവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നീളാനദിയിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം. അവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമല്ലോ. അവിടെയും ബലിതർപ്പണം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ നീളാനദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. രണ്ടുപേരും ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ഇറങ്ങി. കാരണം അവിടെ പടികളല്ല, ശരിക്കും അവിടെ ഒരു ഒഴുക്കിലുള്ളൊരു വഴിയാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീണു പോവും. നടന്ന് അവിടെ നല്ല മിനുസമായിട്ടുണ്ട് ആ കല്ലുകളൊക്കെ. അപ്പം നമ്മൾ താഴെ ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പം ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എല്ലാവരും ബലിതർപ്പണം ചെയ്യുകയാണ് അവിടെ ഇരുന്നിട്ട്. ബലിതർപ്പണം ചെയ്യുന്ന നീളാനദിയുടെ ഈ ഭാഗത്തേക്ക് ഞാനും ഇറങ്ങിപ്പോയപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ലൈവായിട്ട് കാണാനും പറ്റി. ഓരോരുത്തരും ബലിതർപ്പണം ചെയ്തിട്ട് തിരിച്ച് കുളിച്ച് കയറുമ്പം അവരിട്ട, അതായത് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്ന അരി, എള്ള്, പൂവൊക്കെ നമുക്ക് വെള്ളത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ കയറുന്നതിന് മുമ്പേ കാലും കൈയൊക്കെ ഒന്ന് കഴുകാന്ന്. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ബലിയിടുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അമ്പലത്തിന് നേരെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ നല്ല ആഴമുള്ള ഭാഗത്ത് തന്നെയാണ് അവർ ബലിയിടുന്നത്. ആളുകൾ അതായത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇറക്കത്തിൽ സ്റ്റെപ്പും അവിടെ നല്ല വലുപ്പത്തിൽ ഗ്രില്ലും വെച്ചിട്ടുണ്ട്, ആർക്കും ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരി, എള്ള്, പൂവൊക്കെ നിലത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വെള്ളത്തിലൊക്കെ. അതാ ഈ കാണുന്നതൊക്കെ കേട്ടോ. ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ ഉണ്ട്, കുട്ടികളെ സ്നഗ്ഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരുപാടൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെയാണ് കൊണ്ടെടുക്കുന്നത്. പക്ഷേ 1-2 പേര് അതൊക്കെ തെറ്റിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാലും കൈയൊക്കെ കഴുകി നേരെ മുകളിലോട്ട് കയറി. നേരെ ഇനി അമ്പലത്തിലേക്ക് കയറണം. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. തലയിലിങ്ങനെ കുറേ കുടുംബമൊക്കെ കെട്ടിയിട്ടുള്ള കുറേ ആൺകുട്ടികളെ കാണാൻ പറ്റി. ഒരു 10-20 വയസ്സേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതാണ് ഫ്രണ്ടിലത്തെ ആൽമരം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആൽമരമാണ്. അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള തണൽ തന്നെ അതാണ്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഫ്രണ്ടിൽ തന്നെ അരവണ പായസം അവർ വിൽക്കുന്നുണ്ട്. കുറച്ച് നേരം അത് നോക്കി നിന്നു, എന്തായാലും വാങ്ങണം. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നോക്കി. എല്ലാവരും ഈ ആൽത്തറയുടെ താഴെ തന്നെ അത്യാവശ്യം ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഉള്ളോട്ട് കയറുന്നത്. ഞങ്ങൾ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് നേരെ ഉള്ളോട്ട് കടന്നു. കഴിഞ്ഞ തവണ ഞാൻ തിരുനാവായയിൽ വന്നപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. പക്ഷേ ഈ തവണ ഞാൻ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും പറ്റി. തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞു. അമ്പലത്തിൻ്റെ പുറത്തുള്ളതിനേക്കാൾ തിരക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്യൂ ഉണ്ട്. അപ്പം നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ കയറി ക്യൂ നിന്നു. മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രശസ്തമായ തിരുനാവായ മുകുന്ദ ക്ഷേത്രത്തിന് ഏകദേശം 5000-ലധികം വർഷത്തെ പഴക്കമുണ്ട് വിശ്വസിക്കുന്നു. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നവയോഗികൾ പ്രതിഷ്ഠ നടത്തിയതായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടത്ത് രാജാവ് ക്ഷേത്രം നവീകരിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വൈഷ്ണവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് മാമാങ്ക ഉത്സവം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് നടന്നത്. അതുപോലെ തന്നെ പിതൃതർപ്പണത്തിന് ഈ അമ്പലം വളരെ പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നത്. പടികളൊക്കെ തൊട്ട് നമസ്കരിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കടന്നു. ഏതൊരു അമ്പലത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. എങ്കിൽ പോലും എനിക്ക് പറ്റാവുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. നവാമുകുന്ദനെ ശരിക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അത്രയും വലുപ്പത്തിലാണ് വിഗ്രഹമൊക്കെ ഉള്ളത്. ഭഗവാന്റെ വിഗ്രഹത്തിൽ നിറയെ ചന്ദനം പൂശിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കല്ലിലൊരു കാര്യം കുത്തി വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്ന് സ്ലോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ചു നോക്കാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഹോമകുണ്ടമുണ്ട്. അവിടെയാണ് വഴിപാട് കൽപ്പിച്ചിട്ടുള്ള ഓരോ ഹോമങ്ങളും ചെയ്യുന്നത്. ഇതാണ് നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ ഫോൺ അലൗഡ് അല്ല. എങ്കിൽ പോലും മാക്സിമം എനിക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ട്രക്ചറാണ്, കാരണം അവിടെയുള്ള കൊത്തുപണികൾ ഫുള്ള് കല്ലിലാണ് തീർത്തിരിക്കുന്നത്. പിന്നെ മുകളിലേക്ക് വരുമ്പം മുഴുവനായിട്ടും മരം കൊണ്ടാണ്. ഭയങ്കര ഓരോരോ ശില്പങ്ങളും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. 1500 വർഷം എന്നൊക്കെ പറയുന്നത് ചെറുതൊന്നുമല്ലല്ലോ, അത്രയും പഴക്കമുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, അമ്പലത്തിൻ്റെ ചുറ്റിലുമായിട്ടും ഒരുപാട് ശില്പങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര മുഴുവനും ഫുള്ള് മരം കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മൾ നേരെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഊട്ടുപോര
ആളുകൾ ക്യൂ ഒക്കെ നിൽക്കുന്നതാണ്. ഫുഡ് നമ്മൾ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫുഡൊന്നും നമ്മളിവിടെ കഴിക്കുന്നില്ല. നമുക്ക് നേരെ തിരുനാവായിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതാ ഇവിടെ വേറെ എന്തുകൊണ്ട് ഓക്കെ നമ്മൾ പ്രസാദം വാങ്ങിച്ചില്ല, ഇവിടുന്ന് പ്രസാദം മേടിക്കണം. തീർത്തും കുറിയൊക്കെ ഇട്ട് നമ്മളെ മനസ്സ് നിറയെ പ്രാർത്ഥിച്ചില്ല അമ്മേ. ഭഗവാനെ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, സുന്ദരക്കുട്ടനെ നിൽക്കണേ. വഴിപാട് കൗണ്ടറിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. അച്ഛൻ വേഗം വഴിപാട് ഷീട്ടാക്കി. പ്രസാദമായിട്ട് കിട്ടിയത് ഒരു പാത്രം നിറയെ പാൽപ്പായസം ഉണ്ടായിരുന്നു, പിന്നെ 2 പാക്കറ്റിൽ വെണ്ണ. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രസാദം. എനിക്ക് പായസത്തിനെക്കാട്ടും കൂടുതൽ വെണ്ണയാണ് ഇഷ്ടമുള്ളത് കൊണ്ട് വേഗം വെണ്ണ മുഴുവൻ ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് നേരം അത് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ ബാഗൊക്കെ എടുത്തിട്ട് ഉള്ളോട്ടേക്ക് നടന്നു. അവിടെ കുറച്ച് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അവിടെ വെച്ചിട്ടാണ് നിള ആരതി നടക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാനുള്ള പാലൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അവിടെ കണ്ടത്. വലിയ രീതിയിൽ തന്നെ ബലിതർപ്പണം ചെയ്യുന്ന ഒരു ചെറിയൊരു ഫാമിലി, എല്ലാം പുരുഷന്മാരാണ്. കാര്യമായിട്ട് അവർ വലിയ രീതിയിലുള്ള ചടങ്ങോട് കൂടിയാണ് ബലിതർപ്പണമൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റേജിൽ കഥകളി ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് നേരം ഞങ്ങൾ അത് നോക്കിയിരുന്നു. കഥകളി ആവണങ്ങാട്ടിൽ കളരിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അത് നോക്കിയിരുന്നു. കുട്ടികളുടെ കൂടെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മെല്ലെ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നവാമുകുന്ദ ക്ഷേത്രത്തിൽ കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് നിള ആരതി നടക്കുന്ന നമ്മുടെ ഭാരതപ്പുഴയിലേക്കാണ്. പോകുന്ന വഴിയിലായിട്ട് ഗംഗാതീർത്ഥം വിൽക്കുന്നത് കണ്ടു. ഏറ്റവും ചെറിയ ബോട്ടിൽ 20 രൂപയും അതിൻ്റെ തൊട്ട് വലുതിന് 50 രൂപയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മഹാമാഘമാസത്തിൽ നടക്കുന്ന കുംഭമേളയിലേക്ക് നമ്മൾ പോവുകയാണ്. കുംഭമേളയുടെ കംപ്ലീറ്റ് വീഡിയോ പാർട്ട് 2-ലായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, സൈനിങ് ഓഫ്.